പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപിന്റെ ഇനാഗ്രേഷന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത്? അവിടെ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു, അതിനാലാണ് വിളിക്കാതിരുന്നത്. അല്ലാതെ ഞാനും മറ്റു ചില രാജ്യദ്രോഹികളായ യൂട്യൂബേഴ്സും പറഞ്ഞതുപോലെ മോദിയെ അവഗണിച്ചതല്ല. പത്രപ്രവർത്തനം പഠിക്കണമെങ്കിൽ ഈ ഗോദി മീഡിയ ആങ്കേഴ്സിൽ നിന്ന് വേണം പഠിക്കാൻ. വളരെയേറെ ആളുകൾ കൂടുന്ന ആഘോഷം നടക്കുമ്പോൾ അവിടെ കുട്ടികളെയും കൊണ്ട് പോകാൻ എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. കാരണം തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളെ കാണാതെ പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. അതേ സാധ്യത കാരണമാണ് മോദിയെ ട്രംപ് ക്ഷണിക്കാതിരുന്നത്. ട്രംപിന്റെ ഇനാഗ്രേഷനിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു. ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വിശ്വഗുരുവിനെ ക്ഷണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? വല്ല കൂട്ടം വിട്ടുപോവുകയോ മറ്റോ ചെയ്താൽ പിന്നെ എങ്ങനെ കണ്ടെത്താനാണ്? ഇത് എന്റെ വാക്കുകളല്ല, നമ്പർ 1 ഗോദി മീഡിയ ആങ്കറായ അഞ്ജന ഓം മോദിയുടെ വാക്കുകളാണ്. ഇവരുടെ യഥാർത്ഥ പേര് അഞ്ജന ഓം കശ്യപ് എന്നാണെങ്കിലും അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് അഞ്ജന ഓം മോദി എന്നാണ്. അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് തെരഞ്ഞു നോക്കിയിട്ട് കിട്ടിയില്ല. ഏതായാലും അവർ ഇവിടെ തിരക്കുകൊണ്ടാണ് മോദിയെ വിളിക്കാത്തതെന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. कि भीड़ में इतने सारे लोगों के बीच में मौजूदगी नहीं, प्रधानमंत्री नरेंद्र मोदी के साथ डोनाल्ड ट्रंप का जो रिश्ता आने वाले दिनों में होगा, जिस तरह से वो भारत आएंगे या फिर प्रधानमंत्री नरेंद्र मोदी को यहाँ पर बड़े न्योते के बाद बुलाएंगे और बड़ा आयोजन होगा, उसको पूरी दुनिया देखेगी. तो इस रिश्ते को कितना डोनाल्ड ट्रंप ट्रेजर करते हैं या वैल्यू करते हैं या कितना महत्व देते हैं, वो भी आने वाले दिनों में होगा. തിക്കിനും തിരക്കിനും ഇടയ്ക്ക് ഇത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് നിൽക്കാൻ കൂടി പറ്റില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരും ദിനങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന് ഉണ്ടാകാൻ പോകുന്ന ബന്ധവും ഏത് തരത്തിലാണോ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയെ വളരെ വലിയ ക്ഷണവുമായി അമേരിക്കയിലേക്ക് വിളിക്കുകയും വലിയ പരിപാടി നടത്തുകയും ചെയ്യാൻ പോകുന്നത്, അത് ലോകം മുഴുവനും കാണാൻ പോവുകയാണ്. അങ്ങനെ ഈ ബന്ധത്തെ ട്രംപ് എത്ര വിലയേറിയതായി ആണ് കാണുന്നത്, എത്ര വാല്യുള്ളതായി ആണ് കാണുന്നത്, അല്ലെങ്കിൽ എത്ര മഹത്തരമായി ആണ് കാണുന്നത് എന്നുള്ളത് വരും ദിനങ്ങളിൽ കാണാൻ സാധിക്കും. അഞ്ജന ഓം മോദി വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ നിന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്ര ആവേശത്തോടെയാണ് ഇന്ത്യയുടെ സ്പോക്ക് പേഴ്സൺ എന്നുള്ള നിലയിൽ ഉള്ള അവരുടെ ഈ സംസാരം. വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് ഈ ഗോദി മീഡിയ എല്ലാം ട്രംപ് മോദിയെ അവഗണിച്ചതിന്റെ മാനക്കേട് അലക്കി വെളുപ്പിക്കാൻ. എന്നാൽ എത്ര തേച്ചാലും സത്യം മാഞ്ഞു പോവുകയില്ല എന്നതാണല്ലോ വാസ്തവം. ഇനി അമേരിക്കക്കാർ മോദിയെ വലിയ ആരാധനയോടെയാണ് കാണുന്നത് എന്ന് കാണിക്കാനുള്ള മറ്റൊരു നാണംകെട്ട ശ്രമമാണ് ഇവിടെ കാണുന്നത്. ട്രംപിനെ ഇന്റർവ്യൂ ചെയ്യുകയാണെന്ന് വരുത്തി തീർക്കാനാണ് അവരുടെ ശ്രമം. അതിനെ ഇവിടെ ഏകദേശം ട്രംപിന്റെ രൂപത്തിൽ വേഷം ധരിച്ചെത്തിയ ഒരാളോട് അഞ്ജന ഓം മോദി ചോദിക്കുന്നത് കേട്ടുകൊള്ളൂ. How excited are you all that Donald Trump has taken over as the 47th president? അവർ സംസാരിക്കാൻ തുടങ്ങുന്നത് ഹിന്ദിയിലാണ്. ആപ്പ് എന്ന് ആദ്യം പറഞ്ഞ ശേഷം പിന്നീട് അബദ്ധം മനസ്സിലാക്കി ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് 47ാമത് പ്രസിഡന്റായി ചാർജ് എടുക്കുന്നതിൽ താങ്കൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവർ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് തന്നെ ഒരുമാതിരി വായിൽ പഴം ഇട്ടുകൊണ്ട് ചോദിക്കുന്നത് പോലെ അല്പം പോലും തിരിയുന്നില്ല എന്നുള്ളത് ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതിന് അദ്ദേഹം പറയുന്ന മറുപടി, I'm very optimistic about what happened today for the future of America and the future of the world and the future of India. നോക്കൂ, അമേരിക്കയുടെയും ലോകത്തിന്റെയും ഇന്ത്യയുടെയും ഭാവിയിൽ എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. അതിനുശേഷം അഞ്ജന മോദി വിക്കി ചോദിക്കുകയാണ്, Oh, so are you an admirer of Narendra Modi? Of course, we have a great technological ally in India. Many of our smartest, high-tech, creative persons. ഓ സർ, നിങ്ങൾ മോദിയുടെ ഒരു ആരാധകനാണോ? ഇന്ത്യ എന്ന് പറയുന്നത് തീർച്ചയായും അമേരിക്കയുടെ വലിയൊരു ടെക്നോളജിക്കൽ സഖ്യകക്ഷിയാണ്. ഇവിടെയുള്ള സ്മാർട്ടായിട്ടുള്ള ഹൈടെക് ക്രിയേറ്റീവായ വളരെയേറെ ആളുകൾ ഇന്ത്യക്കാരാണ്. ആദ്യം തന്നെ അവർ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇദ്ദേഹത്തെ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് എന്ന് ഏകദേശം ഉറപ്പാണ്. നിങ്ങളെ കാണാവുന്ന പോലെ ക്യാമറയുടെ മുന്നിലേക്ക് മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നിട്ടും നിങ്ങൾ മോദിയുടെ ഒരു ആരാധകനാണോ എന്നുള്ള ചോദ്യത്തിന് ടെക്നോളജിയിൽ ഇന്ത്യ അമേരിക്കയുടെ വലിയൊരു സഖ്യകക്ഷിയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ വിവരമുള്ള ആരെങ്കിലും വഴിയിൽ കാണുന്ന ആളുകളോട് നിങ്ങൾ മോദിയുടെ ആരാധകനാണോ എന്ന് ചോദിക്കാനുള്ള വിഡ്ഢിത്തം കാണിക്കുമോ? പക്ഷേ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്ക് മോദിയുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കൂലികളുടെയും അതേ ബുദ്ധിയും വിവരവും മാത്രമേ ഉള്ളൂ.
ഇന്ത്യക്കാരെ നാണിപ്പിക്കുന്ന ഇവരുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുമെന്ന് പറയാതെ വയ്യ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അഞ്ജന ഓം മോദി മനസ്സിലാക്കി തന്നല്ലോ എന്തുകൊണ്ടാണ് മോദിയെ ട്രംപ് തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കാത്തത് എന്ന്. ഭയങ്കര ആൾക്കൂട്ടമായതിനാൽ കൂട്ടം വിട്ടു പോകാതിരിക്കാൻ. അതുപോലെ ലോകം മൊത്തം, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള വെളുമ്പന്മാർ മുഴുവൻ മോദിയുടെ ആരാധകരാണെന്നും കണ്ടല്ലോ അല്ലേ. മോദി മീഡിയ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത BJP 2 രൂപ കൂലികൾ മാത്രമാണെന്ന് വ്യക്തമായല്ലോ അല്ലേ.